വെൽക്കം ബാക്ക് ടു Chindus World. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫൈറ്റർ ജെറ്റിന്റെ മോഡൽ തന്നെയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് MIG 21 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുവേണ്ടി 37 സെന്റിമീറ്റർ നീളവും 22 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ഇതുപോലൊരു സെൻറ്റർ ലൈൻ വരയ്ക്കുക. ഇനി ഒരു വശത്തു നിന്നും 11 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി അതിലൂടെ ലൈൻ വരയുക. ഈ ലൈനിൽ നിന്നും 13 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി 1.5 സെന്റിമീറ്റർ ഇനി 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി 5.5 സെന്റിമീറ്ററിൽ ലൈൻ വരയുക. ഇനി 1.5 സെന്റിമീറ്റർ അകലത്തിൽ സെന്ററിൽ നിന്നും 2 സൈഡിലും ലൈനുകൾ വരയുക. ഇനി ഈ ലൈനിൽ നിന്നും 4 സെന്റിമീറ്ററും ഈ ലൈനിൽ നിന്നും 4 സെന്റിമീറ്ററും ഏകദേശം ഈ ലൈന് വരെ വരഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വേണ്ട ലൈനുകളൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈറ്ററിന്റെ ഷേപ്പ് ഇതിൽ വരഞ്ഞെടുക്കാം. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ലൈനുകൾ വരയുക. ഈ സ്ഥലത്തും അതുപോലെ വരിക. ഈ വശത്തും. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. ഇവിടെയും അതുപോലെ വരയ്ക്കുക. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരയുക. ഈ വശത്തും അതുപോലെ വരയുക. അപ്പൊ നമുക്ക് വേണ്ട ലൈനൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഏകദേശം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് അതിന്റെ ഷേപ്പ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഭാഗത്തും കൂടെ ഒട്ടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് മുറിച്ചെടുത്തതിനെ ഒട്ടിക്കാം. അതിനു മുമ്പിട്ടായി നമുക്ക് ഇതിന്റെ മേലെ ഭംഗിയായി ചാർട്ട് പേപ്പർ ഒട്ടിക്കണം. അതാണ് കുറച്ചും കൂടി ഈസി. അപ്പൊ നമ്മൾ ചാർട്ട് പേപ്പർ കൊണ്ട് നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ 2 പീസസ് എടുക്കുക. ഇനി ഇതിനെ നമുക്ക് ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. ഇതിന് 5 സെന്റിമീറ്റർ വീതിയും 37 സെന്റിമീറ്റർ നീളവുമാണ് ഉള്ളത്. ഇതിനെ ചെറുതായി ബെൻഡ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. ഒരു സ്ഥലത്ത് മാത്രം ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലോണം ഇതുപോലെ ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലെയിനിന്റെ ഫിഗറിലേക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കണം. താഴ്ഭാഗത്തും ഇതുപോലെ ഒട്ടിക്കുക. അപ്പോൾ
നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ ഒരു റൗണ്ടാണ് വേണ്ടത് നമുക്ക്. ഇനി ക്യാബിൻ പാർട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഏകദേശം ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ക്യാബിൻ പോർഷൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയാണ് ഷേപ്പ് ഉണ്ടാവേണ്ടത്. അതുപോലെ വെർട്ടിക്കൽ വിങ്ങും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ പോർഷനാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഏകദേശം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ വെക്കണം. മുൻഭാഗവും ടയേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ ഞാൻ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അടിക്കാം. അപ്പം കൂട്ടുകാരെ, നമ്മുടെ മിഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.